പുതിയ ലീഡർഷിപ്പ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ അവരെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ നിൽക്കുന്നു. ഇസ്രായേലിൻ്റെ ഭീഷണി ചില്ലറയല്ല. കാരണം പുതിയ ലീഡറെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ച ഇവരൊരു ശ്രമം നടത്തി. അതിന് 55 പേര് കൂടണം പുതിയ ലീഡറെ തിരഞ്ഞെടുക്കാൻ. അതിൽ കൂടുതലും മത നേതാക്കളൊക്കെയാണ്. ഈ 55 പേര് കൂടാൻ അവർ നിശ്ചയിച്ച ബിൽഡിങ് ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഒരുമിച്ച് കൂടാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല, അനങ്ങാൻ സമ്മതിക്കുന്നില്ല. അനങ്ങിയാൽ ബോംബിടും, വെടിവെക്കും. ഇപ്പം ഈ ഖമനയി മരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ വിവരമൊക്കെ പുറത്തു വന്നത്. ടെഹ്റാനിലെ എല്ലാ ട്രാഫിക് ക്യാമറകളും ഇസ്രായേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹാക്ക് ചെയ്തു. അപ്പോൾ ആരെങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇസ്രായേലിന് വിവരം കിട്ടും. ഈ അവസ്ഥയിൽ എങ്ങനെ ഒരു കാര്യം അവർ നടത്തിയെടുക്കും? ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, നേതാവാകാൻ ആളില്ല. കാരണം നേതാവായാൽ ആ സെക്കൻഡിൽ അവൻ നോട്ടപ്പുള്ളിയായി ഇസ്രായേലിൻ്റെ എപ്പോൾ കൊന്നു എന്ന് ചോദിച്ചാൽ മതി. ആ അവസ്ഥയാണ്. അതെ, ടെഹ്റാൻ നഗരം മൊത്തം അവർ ബോംബിട്ട് ഉഴുത് മറിച്ചു കഴിഞ്ഞു. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ് ഇറാൻ്റെ. അങ്ങനെ നിരാശയിലായി ഇറാൻ വെറുതെ ഗൾഫ് നാടുകളെ ഉപദ്രവിച്ച് അവസാനം അവർ തിരിച്ചുപദ്രവിക്കാൻ തുടങ്ങിയാൽ ഇറാൻ എന്ത് ചെയ്യും? മാത്രമല്ല, ഇറാൻ്റെ കയ്യിലെ മിസൈൽ ശേഖരം കുറഞ്ഞു വരികയാണ്. ഈ മിസൈൽ വിടാൻ എളുപ്പമാണ്, ആ സമയം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. വിടാൻ ഒറ്റ സെക്കൻഡ് മതി, അതോടെ അത് തീർന്നു. പിന്നെ അതുപോലത്തെ ഒരു മിസൈൽ ഉണ്ടാക്കി വരണ്ടേ? ഇതൊരു ദിവസം തീർന്നു പോകും, ഈ സ്റ്റോക്ക് തീർന്നു പോകും. അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും മിസൈൽ ലോഞ്ചറുകൾ തകർക്കുന്നത്. കാരണം ഒരു യന്ത്രത്തിൽ വെച്ചാണല്ലോ ലോഞ്ച് ചെയ്യുന്നത് മിസൈൽ. അതിനെയാണ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഈ ലോഞ്ചർ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കൈകൊണ്ട് കുന്തെറിയുന്ന പോലെ എറിയാൻ പറ്റില്ലല്ലോ മിസൈൽ. അപ്പോൾ ഇത് മിസൈൽ വിക്ഷേപിക്കാനുള്ള സാധനം തന്നെ ഇവർ തകർത്ത് കളയുന്നു. കാരണം അവർ നോക്കുമ്പോൾ ലാഭം മിസൈലിനെ ന്യൂട്രലൈസ് ചെയ്യുകയല്ല, ലോഞ്ചർ നശിപ്പിക്കുകയാണ്. ലോഞ്ചർ നശിപ്പിച്ചാൽ അവിടെ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറാൻ അതിന് പകരം എന്ത് ചെയ്തു? ലോഞ്ചർ ഡീസെൻട്രലൈസ് ചെയ്തു. കമാൻഡർമാർക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങളുടെ ലോഞ്ചർ നിങ്ങൾ സംരക്ഷിക്കണം, എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മിസൈൽ അയച്ചു. അങ്ങനെ ലോഞ്ചറുകൾ വലിയ രീതിയിൽ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീക്കം ഇസ്രായേൽ നിരീക്ഷിക്കുന്നു. പോണ വഴിക്ക് ഇവൻ്റെ ലോഞ്ചറേയും ഇവനെ അടക്കം തീർത്ത് കളയും.